വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുകയായിരിക്കുന്നു. ഞാൻ പിന്നെയും അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. അതും വരുമെന്ന് പോലും പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആയിരുന്നു. എന്താണ് അമ്മമാരെ കിടന്ന് മോങ്ങുന്നത്? അത് വീടിനകത്ത് കയറാൻ നോക്കുന്ന പുറലോട്ടു മാർച്ച് ചെയ്ത് പുറലോട്ടു. എന്നെ കണ്ടോണ്ട് എൻ്റെ അടുത്തിട്ട് വരികയല്ല. പുറലോട്ട് പെട്ടെന്നാണ് ബോയ്സ് എപ്പോഴും പൂച്ചകളുടെ സംപ്രേതനം. പുറലോട്ട് ഇവന്മാർ ഒരാൾ ഇന്നലെ ഞാൻ കണ്ട് വണ്ടിക്കകത്ത് കയറിയിട്ട് എത്ര നേരം എടുത്ത് മെനക്കെട്ടെ ഊരിയെന്നറിയോ ഇവന്മാരെ. ബാക്കിലോട്ട് വീടിനകത്തോട്ടല്ല. എന്തായാലും ഇപ്പം കറൻ്റ്ലി 5 എണ്ണം ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് എത്ര എണ്ണം ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് മോസ്റ്റ്ലി പൂച്ചയുടെ തള്ള അവിടെ ഇരിക്കുന്നു. ആ തള്ള ഡിസൈഡ് ചെയ്യും എവിടെ കൊണ്ടിട്ട് കളയോ ഇല്ല എന്നൊക്കെ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഈ വോണ്ടഡ് ഓഫ് ഫിലമെന്റ്, ബ്ലാക്ക് ഫിലമെന്റ് ഇവിടെ 50% ആൻഡ് അവിടെ 70% വിസിബിലിറ്റി ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് ഇടണം. ഈ പ്രാവശ്യം കട തുറന്നിട്ടുണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ ഒടുക്കത്തെ അവനാടാ. നിനക്ക് അറിയാവുന്നല്ലേ ചൂട്. മൈലേജ് ഇന്നലെ ഫുൾ ടൈം അടിച്ചു ഉണ്ടാ നോക്കട്ടെ കേട്ടോ. ഞാൻ കുറച്ച് ഓടിച്ചിട്ടുണ്ട്. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 100 കിലോമീറ്ററിൽ ഓടിച്ചിട്ടുണ്ട്. പഴുത്തോണ്ടിരിക്കുകയാണ് ഈ വണ്ടിക്കകത്തിരുന്നോണ്ട്. ദൈവമേ, എപ്പോൾ ഈ സമയത്ത് ഇറക്കിയാൽ ഇറക്കി കഴിഞ്ഞാൽ AC വർക്ക് ചെയ്യുന്നില്ല. അതാണ് എൻ്റെ ഫീല്. ഇതിന് 6,500 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൂടുതൽ ചിലവാക്കാൻ താല്പര്യമില്ല എനിക്ക്. എന്നുവെച്ചാൽ വെറുതെ എക്സ്ട്രാ അതാണ് ഞാൻ ഇപ്പോൾ ഇതിന് അലോയ് പോലും ഇട്ടിട്ടില്ല. അത് ഇപ്പം എനിക്ക് വേണ്ട. ഇപ്പം നമുക്ക് വേറെ വർക്കിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. മാസം അടുപ്പിച്ചൊരു 10 വീഡിയോ ഇടാനുള്ള പ്ലാനിലാണ്. പക്ഷെ ആദ്യം ഒന്ന് ഞാൻ 2 വീഡിയോ പൊക്കത്തോട്ട് പോട്ടെ മെയിൻ ചാനലിൽ. ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. 8 ദിവസം ആയി. അപ്പോൾ നമ്മൾ വളരെ ലേറ്റാണ്. നമുക്കൊരു 4 വീഡിയോ ഇടണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യണം. ഒടുക്കത്തെ ബോറ് പാർക്കിംഗ് ജോബ് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി കട എന്തായാലും തുറന്നു നടക്കുക. ഈ വണ്ടിയിട്ട് ഇവിടെ കിടന്ന് വളയ്ക്കാൻ പറ്റ പാടേ. സ്ഥലം ഉണ്ടായിട്ട് പോലും എനിക്ക് വളയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് ഇതിന് എത്ര രൂപ വേണം ചോദിക്കണം. അതിന്റെ ഫിലിമിന് ഒട്ടിക്കാൻ ഫിലിം. ആ അതെ, കൂൾ ഫിലിം. നാളത്തേക്കുള്ള എത്രയാണ് ചാർജ്? നമുക്കൊരു 2,900 മുതൽ ഫിലിം അവൈലബിൾ. ഏത് ഏറ്റവും നല്ല ഫിലിം? ഏറ്റവും നല്ല ഫിലിം എന്ന് പറഞ്ഞാൽ 2 ഡെമോ കാണിച്ചു. ചൂടുണ്ട്. നോർമൽ നമുക്കൊരു 1,500 to 2,500 റേഞ്ച് വരുമ്പോൾ അല്ല, ഇതിപ്പോ ഹീറ്റ് പറഞ്ഞില്ല. ഇത് വരുന്നത് 6,900 റേഞ്ച്. ഇപ്പൊ ഏറ്റവും നല്ല ഇതാണ് ഇപ്പൊ വെച്ചതാ. ഇതൊന്നും മറ്റേതും എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല. നേരത്തെ വെച്ചത് അത് ചെറിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IR 98, UV 99, ഹീറ്റ് റെസിസ്റ്റൻസ് 70%. കമ്പനി 90 ഒക്കെ പറയും. റിയാലിറ്റിയിൽ ഒരു 80%. ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഈ ഫിലിമാണ് നമ്മൾ ഓൾ ഒട്ടിക്കണമെങ്കിൽ വണ്ടിയിൽ ഫോട്ടോക്രോമാറ്റിക് ഗ്ലാസ് വെച്ചാൽ കളർ മാറില്ല. കാരണം 99 98 ആയിരുന്നു. ഞാനിപ്പോ ഒരെണ്ണം കാണിച്ച 6,500, ഇത് 7,500. അതായത് 12,000 7,500 19,000. ഈ കാണിച്ചാണ് 14,000. 2 ടൈപ്പ് ഹീറ്റ് റെസിസ്റ്റൻസിൽ വ്യത്യാസം. പോയപ്പോ ഞാൻ സാധനം കണ്ട് കുറെയൊക്കെ ചൂടും തണുപ്പും ഒക്കെ ഉള്ളത്. അവരുടെ ഏറ്റവും പ്രീമിയം വെർഷൻ 19,000 രൂപയാണ്. അതിന് ചെറുതായിട്ടും താന്നി കഴിഞ്ഞാൽ 14,000 രൂപ. ഈ 6,500 എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ഗ്ലാസിന് വേണ്ടി മാത്രമായിരുന്നു. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ബഡ്ജറ്റ് ക്രോസ് ചെയ്തിരിക്കുന്നു. അതെന്തായാലും നിങ്ങൾ കമന്റിൽ പറയാം നമ്മൾ മേടിക്കേണ്ടത്. 6,400 എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് 4 ഫുള്ളും കവറും കൂടിയായിട്ടാ. ഇതിപ്പം 14,000 രൂപയ്ക്ക് ഞാൻ അത്രയ്ക്ക് ചൂടുണ്ടോ? എനിക്ക് ചൂടൊക്കെ ഉണ്ട്, പക്ഷെ 14,000 രൂപയുടെ ചൂടുണ്ടോ എന്നാണ് എനിക്ക് ഡൗട്ട്. പിന്നെ ഇടയ്ക്ക് UV ഒക്കെ പറഞ്ഞായിരുന്നു ഏറ്റവും പ്രീമിയത്തിന്. UV ഒക്കെ എനിക്ക് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ പറ, നിങ്ങൾക്കല്ലേ അറിയാവുന്നത്. ഞാൻ ഇനി അത്ര വില കൂടിയ ഫിലമെന്റ് മേടിക്കണോ? എനിക്ക് പക്ഷെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ആ സെക്കൻഡ് 14ന്റെ സാധനത്തിന് മറ്റേനെക്കാട്ടിൽ. ഈ കാറ് മേടിച്ചു കഴിഞ്ഞിട്ട് കാറ് കൊണ്ടുപോയി പാർക്ക് ചെയ്ത് 500 കിലോമീറ്റർ നടന്നു പോകേണ്ട ആവശ്യമാണല്ലോ ഇപ്പോൾ വന്നത്. ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് കൊണ്ട് ഇടാനുള്ള സ്ഥലം പോലും ഇല്ല. പൈസ കിട്ടി ഓടിക്കും. ഞാൻ പൈസ എടുത്തത് എന്തായാലും ഞാൻ ഫിലമെന്റ് എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോക്കുള്ള പൈസ റോൾ ചെയ്യരുത്. അതുകൊണ്ടാണ് വീഡിയോ ആദ്യം വരും, അത് കഴിഞ്ഞിട്ടാണ് ഫിലമെന്റ്. ഈ വർഷത്തെ പ്ലാൻ അല്ല എൻ്റെ ഇത്. പക്ഷെ എന്നാലും എനിക്ക് ഈ വർഷം കൊണ്ട് നടക്കത്തില്ല. എന്നാലും എനിക്ക് ഐഡിയലി ഈ കേരളത്തിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് യൂട്യൂബർ ആയിരിക്കണം ഞാൻ. മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഇതൊക്കെ ചില്ലർ ചേഞ്ച് ആയിരിക്കണം. നമ്മൾ ആ ഒരു ദിവസത്തിലൂടെ എത്തും. ഇപ്പം എത്തിയിട്ടില്ല. ഇപ്പോൾ വളരെയധികം പുറകിലോട്ടാണ്. നമ്മൾ പെട്ടെന്ന് എത്തും. എന്ത് ചൂട്! ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ അത് എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പം എനിക്ക് ഒരു ടേബിൾ വേണം അടുത്ത വീഡിയോയ്ക്ക്. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോവുക. അതിന് അടുത്ത വീഡിയോ ചെയ്യും. പക്ഷേ ആ ടേബിൾ അത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ തടിപ്പണിക്ക് വേണ്ടി ഒരു ചേട്ടൻ എപ്പോഴും കൊടുക്കാറുണ്ട്. ആ ചേട്ടനെ ഞാൻ ഇതും പോയി പറയണം. എൻ്റെ തടിപ്പണി എല്ലാം ചെയ്തു തരുന്ന ചേട്ടൻ്റെ വീട്ടിലെത്തിരിക്കുകയാണ് നമ്മൾ. ചേട്ടൻ്റെക്ക് പറഞ്ഞൊരു ടേബിൾ പണിയിപ്പിക്കട്ടെ ഞാൻ. ചേട്ടൻ ഉണ്ടോ ഉള്ളെന്ന് വെച്ചാൽ ഈ ടേബിളിൻ്റെ കാല് കഴിഞ്ഞുള്ള സ്പേസാണ്. ഓക്കെ. ഇത് കുറച്ചുകൂടി കൂട്ടിയേക്ക്. ചേട്ടനക്ക് നമ്മൾ തടിയുടെ പണി പറഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തേക്ക് കിട്ടും. അതിൻ്റെ വീഡിയോ ഇറങ്ങി മോനെ അടിച്ചടിച്ച് വീഡിയോ ഇറക്കാൻ പോവാ.
ഇനി എന്താ വെച്ചാൽ ഈ മെയിൻ സ്ട്രീം വീഡിയോക്കകത്ത് മെയിൻ യൂട്യൂബറിൽ ഏറ്റവും കൂടുതൽ വീഡിയോ ഇടുന്നവൻ ഞാനായിരിക്കും. നോക്കിയോ, അതിനുവേണ്ടി ഫോക്കസ് ചെയ്യാം. ഇതെന്തോ ഇത് ഇതുവരെ പോയിട്ടില്ലല്ലേ? ഇത് കണ്ട, ഇത് മറ്റേ 24 മണിക്കൂർ കാട്ടി പോയിട്ട് അന്ന് തൊട്ട് തുടങ്ങിയ സംഭവം ഈ കറുത്തിരിക്കുന്നത്. ഇത് പോകുന്ന പോലും എൻ്റെ കാലേന്ന് 24 മണിക്കൂർ ഞാൻ കാട്ടിയിരുന്നത് ഏതോ ഒരു അട്ട കടിച്ചാണെന്ന് തോന്നുന്നു. കുറെ നേരമായിട്ട് ഇത് പോയിട്ടുമില്ല, പുറത്തിട്ടുമില്ല. എന്ത് കഷ്ടമാണിത്. ഞാനിത് കൊല്ലം കൊണ്ട് കാണിക്കണേ, കാണിക്കണായിരിക്കും തോന്നുന്നു. കാണിക്കല്ലേ, നമ്മൾ പോകുന്നില്ല. എത്ര മാസം വീഡിയോ ആയിട്ട്. അല്ല അട്ടയുടെ പല്ല് വല്ല ആയിരിക്കും അത് കാലി കയറുന്നത്. ഞാൻ ചാലഞ്ചൊക്കെ റിയലാ പറഞ്ഞേ. അതാണ് അതിന്റെ മാർക്കിംഗ് ആണ്. എടാ മൈലേജ് കണ്ടാ മോനെ, കിടിലം 12.6. എന്റെ കിണ്ടിയ മൈലേജ് ആണ് 12.6. സ്വിഫ്റ്റിന്റെ വണ്ടി എടുത്തിട്ട് മൈലേജ് ചിന്തിക്കണമെന്ന് പറയുന്നതാണ് എനിക്ക് കാലി കയറുന്നത്. എങ്ങനെ സഹിക്കുന്നേ ഇവിടുത്തെ ആൾക്കാർ? എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ ഇത്ര പീസ്ഫുൾ എന്നും പറഞ്ഞ് പുഴുങ്ങി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. 60 രൂപയുടെ പെട്രോൾ 105 രൂപയ്ക്ക് തന്നിട്ട് 105 രൂപയ്ക്കകത്ത് വെള്ളം കലക്കി തന്നിട്ട് എങ്ങനെ സഹിക്കുന്നു ദൈവമേ. എനിക്ക് പിന്നെയും പെട്രോൾ അടിക്കുക എങ്ങനെയെങ്കിലും ഞാൻ മാനേജ് ചെയ്ത് പൊക്കോളും എന്നും പറഞ്ഞ് സാധാരണ ആൾക്കാർ എങ്ങനെയിട്ട് പെട്രോൾ അടിക്കും? 3000-4000 രൂപയ്ക്ക് പിന്നെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുക 3-4 ദിവസം കൂടുമ്പോൾ. എനിക്ക് കൊള്ളുന്നുണ്ട് തന്നെ ഞാൻ പറയുന്നത്. ഇത് കിണ്ടിയ പരിപാടിയാണ്. ഇന്തോനേഷ്യയിലൊക്കെ നോക്കണം. അവിടെ പാർലമെന്റിനകത്ത് അവരെന്തൊക്കെ അവരുടെ അലവൻസിന്റെ ഹൗസിംഗ് എന്തിനാ ബഡ്ജറ്റ് കൂട്ടിയതിന് അപ്പൊ പ്രൊട്ടസ്റ്റ് നടന്ന് അപ്പൊ ഇത് നടന്ന് അവർ പറഞ്ഞ് നടക്കില്ലെന്ന്. ഇവിടെ വെറുതെ എന്ത് നടന്നാലും 60 രൂപയുടെ സാധനം 105 വിറ്റാലും നമ്മോ. അത് കഴിഞ്ഞിട്ട് വെള്ളം കലക്കിയാലും നമ്മോ. എന്ത് സഹിക്കാൻ പറ്റത്തില്ല എനിക്ക്. ഞാൻ പറയാം, എനിക്ക് ഈ പൊട്ടന്മാർ സ്വന്തമായിട്ട് അവരെന്തുണ്ടാക്കുവാണ്? അവർക്ക് തോന്നുന്ന രീതി ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ സഹിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരൊന്നുമില്ല. പുല്ല് ഞാൻ പറഞ്ഞ ആരും സഹിക്കണ്ട. അങ്ങനെ നിങ്ങൾ പൈസ കൊടുക്കുന്നില്ല എല്ലാ കാര്യത്തിനും, പിന്നെ നിങ്ങൾ സഹിക്കണം. എങ്ങനെ സഹിക്കണം? കിണ്ട് സഹിക്കണം. പോയി പണി നോക്ക്. വേറെ പണിയില്ല. ഇത്ര പൈസ ടാക്സിനും മറ്റേനും മറിച്ചായിട്ട് ഇപ്പൊ ഒരു GST കുറച്ചിരിക്കുന്നത്. 18% GST ആണ് ഏറ്റവും വലിയ സ്ലാബ്. ഇവരൊന്നും പൈസ കുറയ്ക്കാൻ പോകുന്നില്ല. ഇവർ ബാക്കി സ്ഥലത്ത് കൂട്ടിയിട്ട് എവിടുന്നെങ്കിലും 5-4% കൂടുതൽ കിട്ടി കാണത്തുള്ളൂ. പൊട്ടന്മാരെ ഇട്ടിരിക്കുന്ന 2017 ഇവരെ ഇട്ടിട്ട് പിന്നെ ഇവരെ അടുത്ത് മാറ്റുവാണ് ഈ GST. എന്തിന് സഹിക്കുന്നു? എങ്ങനെ സഹിക്കാൻ പറ്റുന്നു? എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കി ഇൻകം ടാക്സ് കൊടുത്തിട്ട് എനിക്ക് ഈ പെട്രോളിൽ 60-70 രൂപക്കുള്ള കൊടുക്കാൻ താല്പര്യമില്ല.